നിർത്താതെ കുഞ്ഞു കിടന്ന് കരഞ്ഞിട്ടും ആരും ഒന്നും എടുക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് എഴുന്നേൽക്കാൻ വയ്യെങ്കിൽ പോലും കട്ടിലിൽ നിന്നും എഴുന്നേറ്റത്. സിസേറിയൻ വേദന ഇനിയും മാറിയിട്ടില്ല. രണ്ടാമത്തെ പ്രസവം പെൺവീട്ടുകാരുടെ കടമയാണല്ലോ. അതുകൊണ്ട് തന്നെ യാതൊരു പരിഗണനയും സ്ത്രീകൾക്ക് കിട്ടാറില്ല എന്നതാണ് സത്യം. കുഞ്ഞ് നന്നായി കരയുന്നുണ്ട്. പത്രം വായിച്ചുകൊണ്ട് അമ്മായിയമ്മ ഇരിക്കുന്നു. കരച്ചിൽ കേട്ടിട്ടും എന്താണ് കുഞ്ഞിനെ എടുക്കാത്തത് എന്നവൾ ചിന്തിച്ചു. അമ്മേ, കുഞ്ഞ് നന്നായിട്ട് കരയുന്നത് കേട്ടില്ലേ? ഒന്നും എടുക്കത്തില്ലേ? അവൾ വേദനയോടെ അവരോട് ചോദിച്ചു. പിന്നെ കരയാന്നും പറഞ്ഞ് ഇപ്പം അതിലേ കൂടെ കൊടലങ്ങ് ചാടും. പിള്ളേരാകുമ്പോൾ അങ്ങനെയാണ്. അമ്മ എന്തൊക്കെ പറയുന്നത്? ദേ പെണ്ണെ, നിനക്ക് കിടക്കണമെങ്കിൽ കിടക്ക്. അതല്ല കൊച്ചിനെ വേണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് കിടത്താം. അതല്ലാതെ ഇതിനെ എടുത്തുകൊണ്ട് ഞാൻ നടക്കുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മയ്ക്ക് എന്ത് ഇഷ്ടമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിച്ചത് നീ ഒരാൺ കൊച്ചിനെ പ്രസവിക്കുമെന്നാ. ആദ്യത്തെ പെണ്ണായപ്പോഴും ഞാൻ ആശ്വസിച്ചത് രണ്ടാമതെങ്കിലും ഒരു ചെറുക്കനെ കിട്ടുമല്ലോ എന്നോർത്താ. നീ പ്രസവിക്കുന്നത് വീണ്ടും പെണ്ണിനെ. എൻ്റെ മോൻ്റെ തലമുറ നിലനിർത്താൻ ഒരു കുഞ്ഞില്ലാതെ പോയല്ലോ. അതിൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഇനി പെറാനും പറ്റില്ല. ഇത്രയായിട്ട് ഞാൻ ഈ നശൂലത്തെ എടുക്കണമെന്നാണോ പറയുന്നത്? ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിലത്തും താഴെയും വെക്കില്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അമ്മ, ഇതൊക്കെ ഈശ്വരൻ തരുന്നതല്ലേ. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എൻ്റെ മോളെ, ഞാൻ ആഗ്രഹിച്ചത് ആൺകുഞ്ഞിനെയാണ്. അത് കിട്ടിയെങ്കിൽ ഞാൻ നിലത്തും താഴത്തും വെക്കാതെ കൊണ്ടു നടന്നേനെ. ഇതിപ്പോൾ എന്തോ എനിക്കിതിനോട് ഒരു തുള്ളി സ്നേഹം പോലും തോന്നുന്നില്ല. സ്നേഹം ഉണ്ടാക്കി കാണിക്കാനൊന്നും എനിക്കറിയാൻ മേല. ഈ കൊച്ചിനെ ഞാൻ എടുക്കണമെന്നോ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്നോ എന്നെങ്കിലും ഞാൻ സ്നേഹിക്കുമെന്നോ നീ കരുതണ്ട. പെൺകുട്ടികളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ മൂത്ത മോളെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുമോ? അവളെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ രണ്ടാമത്തേത് ആൺകുട്ടിയാണെന്നാ ഞാൻ ആഗ്രഹിച്ചത്. അത്രത്തോളം ഞാനതങ്ങ് ആഗ്രഹിച്ചു പോയി. അത് നടക്കാതെ വന്നതുകൊണ്ട് എനിക്കെന്തോ ഈ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത ദേഷ്യമാണ് തോന്നുന്നത്. ഇതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ തുള്ളി വരും. ഞാൻ പിന്നെ ക്ഷമിച്ച് കടിച്ചു പിടിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ നീ ഇതിനെ എടുത്ത് കൊഞ്ചിക്കാനും കൂടി എന്നോട് പറയല്ലേ. രമ്യയോട് അത്രയും പറഞ്ഞ് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രമ്യ. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓമനത്തെ മാത്രം തുളുമ്പി നിൽക്കുന്ന ആ കുരുന്നിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്ത വേദനയാണ് തോന്നിയത്. അവൾ പെട്ടെന്ന് വേദനകളൊക്കെ മറന്ന് കുഞ്ഞിനെ എടുത്ത് ഒരു ഉമ്മ കൊടുത്തു. ആര് വേർതിരിവ് കാണിച്ചാലും സ്വന്തം അമ്മയ്ക്ക് കുഞ്ഞിനെ വേർതിരിച്ച് കാണാൻ സാധിക്കുമോ? തുടർന്നുള്ള ജീവിതത്തിൽ മുഴുവൻ അവഗണനകൾ തന്നെയായിരുന്നു ആ കുഞ്ഞിന് ആ മുത്തശ്ശിയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത്. മൂത്ത മകളായ അമ്മുവിനോട് വലിയ സ്നേഹം കാണിക്കുമ്പോഴും അവർ ഈ കുഞ്ഞിനെ മാറ്റി നിർത്തിയിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിലും പുതിയ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനൊക്കെ ആ വേർതിരിവ് ഉണ്ടായിരുന്നു. അവർ ആഗ്രഹിക്കാതെ വന്ന ഒരു കുഞ്ഞ് എന്നുള്ള എല്ലാ വേർതിരിവും അവർ ആ കുഞ്ഞിനോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അമ്മുവിനെ മടിയിലിരുത്തി ചോറ് കൊടുക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനഃപൂർവ്വം അവർ മാളുവിനെ മാറ്റി നിർത്തുമായിരുന്നു. ഒരു മുത്തശ്ശിയുടെ സ്നേഹവും ലാളനയും ഒക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അത് മാളുവിന് കിട്ടിയില്ല. അമിതമായ സ്നേഹവും ലാളനയും കൊണ്ട് അമ്മ വളരെയധികം വഷളാവുകയും ചെയ്തു. മാളുവിനോടുള്ള ദേഷ്യം തീർക്കാൻ എന്ന തരത്തിൽ പലപ്പോഴും അമ്മുവിനെ സ്നേഹിച്ച് കൂടുതൽ വഷളാക്കുകയായിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവളൊരു അഹങ്കാരിയായി മാറാൻ ഒരുപാട് സമയം വേണ്ടി വന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ പണവും സ്വാതന്ത്ര്യവും ഒക്കെ അവർ കൊച്ചുമകൾക്ക് നൽകാൻ തുടങ്ങി. രണ്ടാമത്തെ കൊച്ചുമകളെ കാണിക്കുകയും അവളുടെ മനസ്സിൽ വേദനകൾ നിറയ്ക്കുകയും മാത്രമായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ അമ്മ വീട്ടിലേക്ക് വരുന്നത് തന്നെ വളരെ കുറവായി തുടങ്ങി. ഈ സാഹചര്യത്തിൽ പലപ്പോഴും വേദന അനുഭവിക്കാൻ തുടങ്ങിയത് മുത്തശ്ശിയാണ്. അവളെ കാണാതിരിക്കാൻ മുത്തശ്ശിക്ക് കഴിയുമായിരുന്നില്ല. പ്രായമായി തുടങ്ങിയതോടെ മുത്തശ്ശിയെ കാണുവാനും ആ മുറിയിലേക്ക് കയറുവാനും ഒക്കെ വല്ലാത്തൊരു മടിയായിരുന്നു അമ്മുവിന്. വയ്യാതെ കിടക്കുന്ന മുത്തശ്ശിയുടെ മുറിയിലെ കുഴമ്പുനാറ്റവും മൂത്രനാറ്റവും ഒന്നും അവൾക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കുന്നതായിരുന്നില്ല. അങ്ങനെ അവൾ പതിയെ അവിടേക്ക് വരാതെയായി. മുത്തശ്ശിയെ നോക്കിയതും അവരുടെ കാര്യങ്ങൾ ചെയ്തതുമൊക്കെ മാളുവാണ്. വല്ലാത്തൊരു സ്നേഹത്തോടെയാണ് അതെല്ലാം അവൾ ചെയ്തത്. ഒരിക്കൽ പോലും താൻ അവളോട് സ്നേഹം കാണിച്ചിട്ടില്ല എന്ന് ആ നിമിഷം അവർ ഓർത്തു. പക്ഷെ ഒരിക്കലും ഒരു പരാതികളും പറയാതെ തൻ്റെ കാര്യങ്ങളൊക്കെ അവൾ നോക്കാറുണ്ട്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും തൻ്റെ കൊച്ചുമകളെ താൻ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർക്ക് തോന്നി. അവൾ തൻ്റെ ദേഹം തുടയ്ക്കാൻ വന്നപ്പോഴാണ് അവളുടെ കൈകളിൽ അവർ പിടിച്ചത്. എന്താ മുത്തശ്ശി? ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഏറെ സ്നേഹത്തോടെ തന്നെ അവൾ ചോദിച്ചു. എൻ്റെ കുട്ടിയെ ഒരുപാട് മുത്തശ്ശി വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് സമാധാനക്കേടും തന്നിട്ടുണ്ട്. പക്ഷേ
മോള് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. എന്നെ സ്നേഹിച്ചതും മോള് മാത്രമാണ്. നമുക്കൊരു മോശ അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കേണ്ടത്. അങ്ങനെയുള്ളവർ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നത്. കുട്ടി ഈ സമയത്ത് മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി. ഒരു പരാതിയില്ലാതെ. അതിലും വലുതായിട്ട് മുത്തശ്ശിക്കൊന്നുമില്ല. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. മുത്തശ്ശി അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. ആണിനെയും പെണ്ണിനെയുമൊക്കെ ഈശ്വരൻ തരുന്നതാണെന്നും മുത്തശ്ശി മനസ്സിലാക്കിയില്ല. ആൺകുട്ടി ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പെൺകുട്ടി ജനിച്ചപ്പോൾ താല്പര്യക്കുറവ് കാണിച്ചു. പിന്നീട് എപ്പോഴും അത് ഞാൻ കാണിച്ചു. അതൊന്നും മനസ്സിൽ വെക്കാതെ നീ എന്നെ സ്വന്തം പോലെ കരുതിയപ്പോൾ അവിടെ ചെറുതായത് ഞാൻ തന്നെയാ മോളെ. മോള് മുത്തശ്ശിയോട് ക്ഷമിക്കണം. ഈ ഒരു അവസാന സമയത്ത് മോളോട് മുത്തശ്ശി മാപ്പ് ചോദിക്കുകയാണ്. മോള് മാത്രമേ മുത്തശ്ശിക്കുള്ളൂ. ഒരു കാലത്ത് ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ആൾ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ എൻ്റെ കൂടെ നിന്നു. അത് ദൈവം എനിക്ക് നൽകിയ ഒരു തിരിച്ചറിവാണ്. ജീവിതത്തിൻ്റെ വൈകിയ വേളയിലേക്ക് കടന്ന തിരിച്ചറിവ്. ഈ സാഹചര്യത്തിൽ നിൻ്റെ അമ്മയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുകയാണ്. നീ എന്നോട് ക്ഷമിക്കണം. നിന്നെയും നിൻ്റെ അമ്മയെയും ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അത്രയും പറഞ്ഞ് വയ്യാത്ത അവസ്ഥയിലും അവർ എഴുന്നേറ്റ് വന്ന് അവളുടെ കാലിൽ പിടിച്ച് ആ കാലിൽ വീണു തന്നെയാണ് അവർ മരണപ്പെട്ടതും. ഒരു നിമിഷം വല്ലാത്തൊരു വേദന അവളിൽ നിറഞ്ഞു നിന്നു. അമ്മ എപ്പോഴും പറഞ്ഞ വാചകങ്ങൾ അവൾ ഓർത്തു. ഒരിക്കൽ നിന്നെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് സാധിക്കും. അന്ന് തൻ്റെ തെറ്റ് മനസ്സിലാക്കി നിന്റെ കാലിൽ പിടിച്ച് അമ്മ മാപ്പ് പറയും. ദൈവം വലിയവനാണ് മോളെ. കർമ്മ എന്നൊന്നുണ്ട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.